നമ്മുടെ സംഘടനയുടെ അമരത്തേക്ക് പഴയ ഭാരവാഹികൾ തന്നെ തുടരുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുതിയ ഭാരവാഹികൾക്ക് സ്വീകരണവും അതുപോലെ തന്നെ നമ്മുടെ കണക്ട് ആൻഡ് വിൻ പദ്ധതിയുടെ ഭാഗമായി സമ്മാനം ലഭിച്ചവർക്ക് സമ്മാനം നൽകുക എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേബിൾ TV പ്രസ്ഥാനം ഡിജിറ്റൽ TVയിൽ നിന്നും ബ്രോഡ്ബാൻഡിലേക്കും ബ്രോഡ്ബാൻഡിൽ നിന്ന് ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്ന നിലയിലേക്കും ഒക്കെ നമ്മൾ മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വലിയ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ സമ്മേളനത്തിലും അതുപോലെ തന്നെ പ്രതിനിധി സമ്മേളനത്തിലൊക്കെ ചർച്ചയായത് നമ്മുടെ ഈ മേഖലയിലുള്ള നമ്മുടെ മാറ്റങ്ങളാണ്. വരും വർഷങ്ങളിൽ വലിയ മാറ്റങ്ങളോടെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതിന്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. സമയം വൈകിയതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. സ്വാഗത പക്ഷത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്കും അതുപോലെ ചാനൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന രാജമനോട്ടൻ അതുപോലെ വിവിധ സംസ്ഥാന നേതാക്കൾക്കാണ് ഇവിടെ സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഈ സംഘടന 30 വർഷം പിന്നിടുമ്പോൾ ഒട്ടേറെ അനുബന്ധ ബിസിനസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഓപ്പറേറ്റർമാർ ഇതിൽ നിന്നും തികച്ചും മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. സംസ്ഥാന നേതൃത്വം ഒട്ടേറെ അനുബന്ധ ബിസിനസ്സുകൾ കൊണ്ടുവരുന്നു. ഇതുപോലെ ടൂറിസം പദ്ധതി അതുപോലെ ഒട്ടേറെ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ആ ടൂറിസം പദ്ധതിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത എത്ര പേർ ഉണ്ടാവുമെന്ന് എനിക്ക് ഇവിടെ സംശയമുണ്ട്. വളരെ കുറച്ച് പേര് മാത്രമേ ആ ടൂറിസം പദ്ധതിയുടെ ആപ്പ് പോലും ഡൗൺ ചെയ്തിട്ട് പോലും ഉണ്ടാവും. അപ്പോൾ അതേപോലെ ക്ലസ്റ്റർ നമ്മുടെ ജില്ലയിൽ ഏകദേശം 4 ക്ലസ്റ്ററുകളാണ് ഇപ്പോൾ വന്നത്. കഴിഞ്ഞ കോഴിക്കോട് സമ്മേളനത്തിൽ വെച്ചായിരുന്നു ഓരോ വർഷത്തിലും ഒരു ജില്ലയിൽ ഒരു 4 ക്ലസ്റ്ററുകൾ രൂപീകരിക്കണമെന്നുള്ള പ്രവർത്തനമായി മുന്നോട്ട് വന്ന് ആദ്യം ജില്ലയിൽ പുതുമയിൽ ഒരു PCL കീഴിൽ ഒരു ക്ലസ്റ്റർ നിലവിൽ വരികയും അതിനുശേഷം നീലേശ്വരത്തും അതുപോലെ ഇവിടെ നമ്മുടെ അതായത് കാഞ്ഞങ്ങാട് മേഖലയിൽ തച്ചനാട് എന്ന പ്രദേശത്തും അതുപോലെ കാസർഗോഡും 4 ക്ലസ്റ്ററുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഇന്നും ഓർസിക്കൽ വേഗത RF കേബിളിൽ ഓടുന്ന നെറ്റ്വർക്കുകൾ എല്ലാ നേതൃത്വത്തിലുള്ളവരുടെ നെറ്റ്വർക്കുകൾ RF കേബിളിൽ നിന്ന് ഓടുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു മാറ്റം വേണം. കൂടുതലായും സംസാരിക്കാനില്ല. ഈ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണം ആ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. സ്വീകരണ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ജില്ലയുടെ അനുമോദനം ഏറ്റുവാങ്ങുന്നത് CIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹൻ അവറുകളാണ്. അദ്ദേഹത്തിന് അനുമോദനം നൽകാനായി ജില്ലയുടെ പ്രസിഡന്റ് CIയുടെ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സംസ്ഥാന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി ചുമതല സംസ്ഥാന കമ്മിറ്റി അംഗം M. ലോകദാസൻ അവരുടെ അനുമോദിക്കാനായി കൂട്ടായ ഒന്നിച്ചുള്ള ആത്മാർത്ഥമായ ശ്രമം അതിന് പുറകിൽ ആവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 30 വർഷത്തെ അല്ല കഴിഞ്ഞ 10-28 വർഷത്തെ നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നിന്നും വ്യത്യസ്തമായ തലങ്ങളിലേക്ക്
ആണ് നാം വീണ്ടും കടന്നു കയറുന്നത്, വലിയ മത്സരം നിൽക്കുന്ന മേഖലയിലേക്ക്, എന്നാൽ വലിയ സാധ്യതയുള്ള മേഖലയിലേക്ക്. ആ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ, സഹകരണം നമുക്ക് ആവശ്യമാണ്. അപ്പൊ അത്തരത്തിൽ വലിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ തയ്യാറായി നാം മുന്നോട്ട് പോകുമ്പോൾ അതിന് നമുക്ക് സജീവമായ പിന്തുണയുമായി എന്നും ഒപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. സംഘടനയുടെ ബിസിനസ് കാഴ്ചപ്പാടുകൾക്കും സംഘടനാ കാഴ്ചപ്പാടുകൾക്കും അനുസൃതമായി ഏറ്റെടുക്കുന്ന എല്ലാ ക്യാമ്പയിനുകളും അതിൻ്റെതായ അർത്ഥത്തിൽ വിജയിപ്പിക്കുന്ന, അതിന് മുൻകൈയെടുക്കുന്ന നേതാക്കന്മാരുള്ള ജില്ലയാണ് കാസർഗോഡ്. അതിനുള്ള അംഗീകാരമാണ് ഇത്തവണ ഈ സംസ്ഥാന സമ്മേളനത്തോടു കൂടി നിങ്ങളുടെ ജില്ലയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. കാരണം സാധാരണഗതിയിൽ നമ്മളെ പോലൊരു സംഘടനയെ സംബന്ധിച്ച് അതിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ, ഒരു സ്ഥാനം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ്. ആകെ 16 അംഗങ്ങൾ മാത്രമുള്ള സമിതിയിലേക്ക് കേരളത്തിലെ 5000-ലധികം അംഗങ്ങളിൽ നിന്നും ഒരാളെ കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും സൂക്ഷ്മമായ ഒരു നിരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ പഠനത്തിലൂടെ ഒക്കെയാണ് ആ പ്രക്രിയ പൂർത്തിയാവുക. ആ നിലയിൽ തീർച്ചയായും നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് അൻവർഖയുടെ കസിൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഷുക്കൂർഖയ്ക്ക് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്ന ആ ഒരു പദവിയിലേക്ക് എത്താൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ മാത്രം പ്രവർത്തനത്തിന്റെ മികവല്ല, ഈ ജില്ലയുടെ ആകമാനമുള്ള പ്രവർത്തനത്തിന്റെ അംഗീകാരമായി, നിങ്ങൾക്കെല്ലാമുള്ള അംഗീകാരമായി വേണം അതിനെ കാണാൻ. ആ നിലയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാവിധ സാങ്കേതിക കാര്യങ്ങളിലും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന, നിങ്ങളെ സഹായിച്ചിരുന്ന അബ്ദുവിന്റെ സംഘടനാ നടപടി, അബ്ദുവിനെതിരെ എടുത്തിരുന്ന സംഘടനാ നടപടി റദ്ദ് ചെയ്യുവാനുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കാസർഗോഡ് ജില്ലയ്ക്ക് മൊത്തത്തിൽ ഈ ഒരു സമ്മേളനം ഒട്ടനവധി നേട്ടങ്ങളാണ് നൽകിയിട്ടുള്ളത്. തീർച്ചയായും അത് നിങ്ങളുടെ എല്ലാവരുടെയും, അത് ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകളുടെ വിജയമല്ല, ഞാൻ അങ്ങനെയല്ല കരുതുന്നത്. അവർ നേതൃത്വം നൽകുമ്പോൾ അതിന് പിന്തുണയുമായി നിങ്ങളുണ്ട് എന്നുള്ളിടത്താണ് അവരുടെ വിജയം. അപ്പൊ ആ എല്ലാ നേട്ടങ്ങൾക്കും നേരവകാശികൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഇതിന്റെ എല്ലാം പേരിൽ ആത്മാർത്ഥമായി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിനോടകം 15 EV ബൈക്കും 50ഓളം TVയുടെയും നറുക്കെടുപ്പ് ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അതിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത്. ഓരോ മാസത്തിൽ നടക്കുന്ന നറുക്കെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുന്ന ആ വേദിയിൽ വെച്ച് തത്സമയമാണ്. കേരളത്തിലെ മുഴുവൻ ഉപഭോക്താക്കൾക്കും കാണാനാവുന്ന തരത്തിലുള്ള തത്സമയ സംപ്രേഷണത്തിലൂടെയാണ് നറുക്കെടുപ്പ് നടക്കുന്നത്. ഇതിനോടകം ഞാൻ പറഞ്ഞു 15 EV ബൈക്കിന്റെ നറുക്കെടുപ്പ് നടത്തി എന്ന് പറയുമ്പോൾ 4 EV ബൈക്ക്, ഇത് 4ാമത്തെ EV ബൈക്കിന്റെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, സ്റ്റേജിന്റെ പിന്നെ ഇടതുവശത്ത് കാണാൻ പറ്റും. ഇത്തരത്തിലുള്ള ഇലക്ട്രിക് ബൈക്ക്, 4ാമത്തെ ഇലക്ട്രിക് ബൈക്ക് കൊടുക്കുന്ന ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തം, ഒരു സുദിനമാണിവിടെ. 15 നറുക്കെടുത്ത് 4ാമത്തെ വരുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നടക്കേണ്ടതുണ്ട്. അപ്പൊ ആ ഓരോ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നടക്കുന്ന മുറക്കാണ് നമ്മൾ ഇത്തരത്തിലുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള വിഷൻ 1000 കോടി ടേൺ ഓവർ പിന്നിട്ട് ഒരു അവിശ്വസനീയമായ മുഹൂർത്തത്തിലൂടെ അവിശ്വസനീയമായ നേട്ടമാണ് കേരള വിഷൻ കരസ്ഥമാക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വൈവിധ്യമാർന്ന ബിസിനസ് വൽക്കരണത്തിന്റെ ഭാഗമായി കിറ്റ്, ടേണിങ്സ്, ടൂറിസം, ഒട്ടനവധി സംരംഭക കൂട്ടായ്മകൾ ഇന്ന് ഇതിനോടകം കേരള വിഷന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെല്ലാം തന്നെ ചുക്കാൻ പിടിച്ച്
പ്രവർത്തിക്കുന്ന നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരാണ് ഇതിന്റെ മുമ്പിൽ നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പാൻ ഇന്ത്യ ബിസിനസിന്റെ ഭാഗമായി ഇതിനോടകം ഇവിടെ സൂചിപ്പിച്ച പോലെ കർണാടകയിലേക്ക് നമ്മൾ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അതേപോലെ തന്നെ കൽക്കട്ടയിൽ നമ്മൾ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അതേപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് നമ്മൾ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും കേരള വിഷന്റെ സാന്നിധ്യം എത്തിക്കുകയും രാജ്യമറിയുന്ന ഒരു നെറ്റ്വർക്കായി കേരള വിഷൻ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. രാജ്യമറിയുന്ന കേരള വിഷൻ മാറി എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരള വിഷൻ ഒരു ബ്രാൻഡ് നെയിമായി കൂടി മാറി എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മറ്റ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രീതിയിൽ സ്വാഗതം പറയേണ്ട വ്യക്തികൾക്കെല്ലാം തന്നെ നേരത്തെ ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ആ രീതിയിലേക്ക് പോകുന്നില്ല. എന്ത് തന്നെയായാലും ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പ്രവീൺ മോഹൻ അവർകളാണ്. അദ്ദേഹം അക്ഷരനഗരിയായ കോട്ടയത്തിന്റെ മണ്ണിൽ നിന്നുമാണ് ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഏത് പരിപാടിക്കായാലും നമ്മുടെ പ്രവർത്തനത്തിനായാലും മുൻനിരയിൽ നിന്നുകൊണ്ട് നമുക്ക് മാർഗനിർദ്ദേശം നൽകി തരുന്ന അദ്ദേഹത്തെ ഈ പരിപാടിക്ക് വേണ്ടി ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു ഉദ്ഘാടനവും സമ്മാന വിതരണവും നടത്തുന്നത് രമേശ് ചേട്ടൻ്റെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു മുഖവരിയില്ലാത്തൊരു നേതാവാണ്. നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സിഒ എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭേദ്യമായ ബന്ധവും നല്ല സഹകരണവും ഏത് പരിപാടി വിളിച്ചു കഴിഞ്ഞാലും മറ്റു തിരക്കുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, വലിയൊരു പരിപാടി നടക്കേണ്ട ആ ഒരു തിരക്കിനിടയിൽ പോലും നമ്മളോടുള്ള ഒരു ബന്ധം മുൻനിർത്തിയിട്ടാണ് ഇത്തരത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ മറ്റ് നമ്മുടെ സംഘടനയുടെ 2 വർഷക്കാലത്തെ പ്രവർത്തനത്തിന് നവീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഊർജം ഉൾക്കൊള്ളുന്ന പ്രക്രിയയാണ് നമ്മുടെ സമ്മേളനങ്ങൾ. അത് മേഖലാതലം മുതൽ പുതിയ ഭാരവാഹികളെ കണ്ടെത്തിക്കൊണ്ട് ജില്ലയിലും സംസ്ഥാനത്തും ഇത്തരം സ്വയം വിമർശനപരമായിട്ടുള്ള ഒരു വിലയിരുത്തലുകളും ഭാവി പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്ന വേദികളുമാണ് നമ്മുടെ സമ്മേളനങ്ങൾ. ആ അർത്ഥത്തില് അടുത്ത 2 വർഷക്കാലത്തേക്ക് ഈ സംഘടനയെയും കമ്പനിയെയും നയിക്കുന്നതിനുള്ള ഭാരവാഹികളെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായി കാസർഗോഡ് ജില്ലയിലാണ് ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ച് തുടക്കം ഏറെ ഗംഭീരമാണ്. ഒരു ജില്ലയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ജില്ലയെ കുറിച്ച് കേൾക്കുന്ന വാക്കുകളൊക്കെ തന്നെ മനസ്സിനേറെ സന്തോഷകരവും ഈ സംഘടനയെ സംബന്ധിച്ച് അഭിമാനകരമാകുമ്പോൾ നമുക്ക് സന്തോഷത്തിന്റെ മധുരം ഇരട്ടിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘടനയെ സംബന്ധിച്ച് ഈ കാസർഗോഡ് ജില്ല ഈ സംസ്ഥാനത്തിന് നൽകിയ സംഭാവനയെ കുറിച്ച് എന്നും ഓർക്കുവാനും അഭിമാനിക്കുവാനുമുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സമ്മേളന കാലയളവിൽ നമുക്ക് ഒട്ടേറെ അംഗീകാരങ്ങൾ സംസ്ഥാന ലെവലിൽ നേടിയെടുക്കാനായി തീർച്ചയായിട്ടും അതിൽ ഏതാണ് മെച്ചപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഓരോന്നും ഓരോ രീതിയിൽ മെച്ചപ്പെട്ടത് തന്നെ എന്നാണ് അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി അങ്ങോട്ട് തുടരേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ ചുമതലക്കാരന് കൂടിയായിട്ടുള്ള ശ്രീ രാജ്മോഹൻ ഇവിടെ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കപ്പെടുകയുണ്ട്. നേരത്തെ സ്വകാര്യ സംഭാഷണത്തിലും അതുപോലെ പ്രസംഗത്തിലും പ്രസിഡന്റ് സൂചിപ്പിച്ച MSP തലത്തിലേക്ക് ഉയരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആത്യന്തികമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ക്ലസ്റ്റർ സംവിധാനം തന്നെയാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ജില്ലാ കമ്പനി നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി ഒരു തുടക്കം കുറിച്ചതാണ് ശ്രീ രാജ്മോഹന്റെ നേതൃത്വത്തിൽ തന്നെ. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് അത് വേണ്ട രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2012 കണ്ണൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറായത്. അതിൽ നിന്നിങ്ങോട്ട് 15 വർഷത്തോളം ഈ ജില്ലക്കകത്ത് ഏറ്റവും കൂടുതൽ കാലം
സംസ്ഥാന പദവി സംസ്ഥാന കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾ തന്നിട്ടുള്ള ഒരു സഹകരണം കൊണ്ടുകൊണ്ട് മാത്രമാണ്. നമ്മള് 2012 ഞാൻ സംസ്ഥാന കമ്മിറ്റി അറിയാവുന്നതൊക്കെ അറിയാം. ഞാൻ 3 ടേം ജില്ലാ സെക്രട്ടറിയായി, 2 ടേം ജില്ലാ ട്രഷററായി, 2 ടേം മേഖലാ സെക്രട്ടറിയായി. 2019 മുതൽ ഞാൻ KCCയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ ഒരു വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് സംഘടന എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയുടെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ, രാജ്യമറിയുന്ന നെറ്റ്വർക്കിന്റെ ഒരു ടെക്നിക്കൽ ഡയറക്ടറായി, ഞാനൊരു ടെക്നോക്രാറ്റ് ഒന്നല്ല, എങ്കിലും ഒരു ടെക്നിക്കൽ ഡയറക്ടറായി പ്രവർത്തിക്കാനുള്ള ഒരു അസുലഭ ഭാഗ്യമാണ്, മുഹൂർത്തമാണ് എന്നിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത്. നിങ്ങളുടെ സംഘടനയുമായിട്ട് എനിക്ക് വലിയ നല്ലൊരു ഈ കുടുംബങ്ങളെ ഞാനൊരു കുടുംബത്തിലെ അംഗം പോലെയാണ്. ഏത് പരിപാടിക്കും നിങ്ങളോടൊപ്പം ചേരാനും എനിക്കൊരു അവസരം ഉണ്ടാകുന്നുണ്ട്. അത് ചെയർമാനായാലും അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ വിളിച്ചാലും ഉപദർശിനി അതുപോലെ തന്നെ മോഹനാട്ടനൊക്കെ നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ്. അപ്പം ആ നിലയിൽ കോർപ്പറേറ്റുകളോട് മത്സരിക്കുകയാണ്, കുത്തകകളോട് മത്സരിക്കുകയാണ്. കേരളത്തിൻ്റെ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ കേരളത്തിൻ്റെ യശസ് ഉയർത്തുകയാണ് നിങ്ങളുടെ നാമകരണത്തിലൂടെ. നമ്മുടെ സ്വന്തം നെറ്റ്വർക്ക് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയത്തക്ക നിലയിലേക്ക് കേരള വിഷൻ്റെ പ്രവർത്തനം പുരോഗമിക്കുന്നതിൽ അതിയായ സന്തോഷം അറിയിക്കുകയാണ്. കാഞ്ഞങ്ങാട് ഞങ്ങളുടെ ഏത് സംരംഭം വരുമ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ ബ്ലാങ്ക് ചെക്ക് ചെയ്യുകയാണ്. ഏത് പരിപാടിയും കാഞ്ഞങ്ങാട് നിങ്ങൾ നടത്താൻ ഏറ്റെടുത്താൽ അത് ഭംഗിയായി നടത്തി തരാനും അത് നമുക്ക് കൂട്ടായ്മയോടുകൂടി കേരളത്തെ അറിയിക്കാനും കഴിയത്തക്ക നിലയിലേക്ക് കാഞ്ഞങ്ങാട് നിങ്ങൾക്കൊരു സ്പേസ് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് എന്നത് നിങ്ങളുടെ ആഗ്രഹിക്കുക. രീതിയിലേക്ക് അപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആകുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. അതിനുപരി നമുക്ക് ഇപ്പോ നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ നമ്മുടെ മുന്നേ പ്രഖ്യാപിച്ച നമ്മുടെ പ്രിയങ്കരനായ അബ്ദൂന സംഘടനാ നടപടി ഉണ്ട് എന്നറിഞ്ഞപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഓപ്പറേറ്റർമാർ ഒന്നടങ്കം വിഷമിച്ചതാണ്. അതിന് എല്ലാവരും ഓരോ മീറ്റിംഗിലും വികാരവിധമായി തന്നെ പലരും പറഞ്ഞതാണ് അബ്ദുവിനെതിരെ നടപടി അതിപ്പോ സംസ്ഥാന കമ്മിറ്റി റദ്ദു ചെയ്തു എന്ന് അറിഞ്ഞതിലും വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ എൻ്റെ ചടങ്ങിലേക്ക്, എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ശ്രീ മനോജ് കുമാർ വി അവർക്കുള്ള നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സിഒന്റെ പ്രവീൺ മോഹൻ സാർ അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി PV സുരേഷ് അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ രാജമോഹൻ അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ നമ്മുടെ ഷുക്കൂർ കോളിക്കര, അതേപോലെ ലോകിദാർശന, അതുപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ ഹരീഷ് പി നായർ, CCNന്റെ MD മോഹനേട്ടൻ, അതുപോലെ CCNന്റെ ചെയർമാൻ പ്രദീപ് കുമാർ അവർ, അതുപോലെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മേഖലയിലെ സെക്രട്ടറിമാർ, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന കേബിൾ TV ഓപ്പറേറ്റർമാർ, രാവിലെ തന്നെ കൃത്യസമയത്ത് വന്ന് ഇവിടെ ഇതുവരെ നിൽക്കുന്ന കേബിൾ TV ഓപ്പറേറ്റർമാർ, അതുപോലെ തന്നെ ഈ ചാനൽ
പ്രവർത്തകർ, സിറ്റി ചാനൽ, അതേപോലെ സീനെറ്റ്, അതുപോലെ KCN ചാനലിന്റെ ആൾക്കാർ, അതുപോലെ നേരത്തെ നമ്മുടെ കണക്ട് ആൻഡ് വിൻ പരിപാടിക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ചാനൽ പ്രവർത്തകർ, അത് വാങ്ങിക്കാൻ സമ്മാന അർഹരായവർ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ, അതേപോലെ തന്നെ കാസർഗോഡ് വിഷൻ ചാനലിന്റെ പ്രവർത്തകർ, അതിന്റെ MD സതീശൻ, അവർക്കുള്ള നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഏതൊരു പരിപാടിക്കും ഇപ്പോ ഒരു സ്ഥിര സാന്നിധ്യം ആയി മാറിയിട്ടുണ്ട് ഈ ബാഗിൽ കാണുന്ന ഈ LED വൺ. അത് പൊതുവെ ഇല്ലേനെക്കാട്ടും വളരെ വില കുറച്ച് നല്ല രീതിയിൽ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരിക്കും നമുക്ക് അഭിമാനിക്കാം നമ്മുടെ തന്നെ ഓപ്പറേറ്ററായ ഷൈമോൺ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവർക്കും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ആർക്കെങ്കിലും നന്ദി അറിയിക്കാൻ വിട്ടുവരുന്നുണ്ട്, അവർക്കും കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി അറിയിക്കും.